उग्राय सारंगाय नमो नमः। नमः पद्मप्रबोधाय मार्ताण्डाय नमो नमः। തല മുതൽ ഇങ്ങോട്ട് താഴേക്ക് തേക്കൂ. എന്തെന്നാ ഇത്? ഈ ചെറിയ പ്രായത്തിൽ ഇതിൽ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി? മുത്തു, ഇത് ഞാൻ മനസ്സിലാക്കിയതല്ല. പുരാതന കാലം മുതൽ നമ്മുടെ മുതിർന്നവർ ഇതൊക്കെ കണ്ടുപിടിച്ചു വെച്ചിരിക്കുക. ഓ, വലിയ വലിയ പഠിത്തം പഠിച്ച ഡോക്ടർമാരെ കൊണ്ട് ശരിയാക്കാൻ പറ്റാത്തത് ഈ എണ്ണ അങ്ങോട്ട് തേച്ചാ ശരിയാവൂ? നല്ല മാറ്റമുണ്ട്. കിടന്നോളൂ. സൗന്ദര്യ, താങ്ക്സ്. ഈ ട്രീറ്റ്മെന്റ് എന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ രമേഷിനോട് സംസാരിക്കാം. സൗന്ദര്യ, ഒന്നിങ്ങൊന്നേ. ഈ പ്രായത്തിൽ പാരാലിസിസ് വന്നവർക്ക് ഇത്ര പെട്ടെന്ന് മാറ്റം ഉണ്ടാവില്ല. സൗന്ദര്യ, നിന്റെ ട്രീറ്റ്മെന്റ് റിയലി ഗ്രേറ്റ്. ഇങ്ങനെ നീ ട്രീറ്റ്മെന്റ് ചെയ്താൽ അദ്ദേഹം എണീറ്റ് എന്നെ കാണാൻ വന്നിരിക്കും. ഓക്കെ സൗന്ദര്യ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാണ്. ജർമ്മനിയിൽ ഒരു മെഡിക്കൽ കോൺഫറൻസ് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇവിടെ നീയുണ്ടല്ലോ, നന്നായിട്ട് നോക്കില്ലേ? 2 മാസമേ ഉള്ളൂ. ശരി ഡോക്ടർ. ബൈ ദ ബൈ, ഇവരുടെ സഹോദരിയുടെ മകൻ വിമൽ എന്നൊരുത്തൻ ഇവിടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. അവനോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വരും. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവൻ ചെയ്തു തരും. ഓക്കെ ഓക്കെ, എന്നാ ഞാൻ വരട്ടെ. അളിയ, ചെറുതായിട്ട് ഒഴിക്ക്. അളിയ, നാട്ടിലേക്ക് പോവാണ്, ശ്രദ്ധിച്ചോണേ, കുറച്ച് കഴിക്കേ. മോനെ, ഞങ്ങളൊക്കെ ഹാഫ് അടിച്ചാലും പയറ് പോലെ നടക്കും. ഇത് വെറുതെ ചായ ഗ്ലാസ്സിൽ ഒരു തുള്ളി ഒഴിച്ചിട്ടാ ഈ പരാക്രമണം. ഒഴിക്കടാ. എടാ, ഒരു സ്മോൾ ഒഴിക്കടാ. ആ ടച്ചീസ് എടുത്തേ. ആ മതി 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 മതി, വെള്ളം ഞാൻ ഒഴിച്ചോളാം. ആ എന്നാ പിടിച്ചോ. അതിങ്ങതാ. എന്നാ ആ സിഗരറ്റ് ഇങ്ങതാ.
എന്നാ അളിയന്മാരെ ഓക്കേ. ബൈ. അളിയാ, ഇനി വരുമ്പോ എന്തെങ്കിലും ഒരു ലേറ്റസ്റ്റ് കൂടെ കൊണ്ടുവാ. അതെ, വെട്ടുന്നൊക്കെ കൊള്ളാം, കൈ മുറിക്കാതെ നോക്കണേ. നിന്റെ വിഷമം നിനക്ക്. കാവേരി, എന്താ കൊച്ചമ്മേ, താഴെ കുറച്ച് എണ്ണ വീണു, അത് വേഗം തുടച്ചേക്കൂ, അല്ലെങ്കിൽ ആരെങ്കിലും വഴുതി വീഴും. ഞാൻ തുടച്ചേക്കാം. ഓ, നാശെത്തി. ഹായ് മുത്തു. വന്നല്ലോ. എന്താ ഭയങ്കര തിരക്കാണോ? അങ്ങനൊന്നുമില്ല. എന്താ എത്ര താമസിച്ചേ? എന്താ കഴിഞ്ഞ ആഴ്ച ഗുണ്ടുമണി പോലെ ഇരുന്നാണല്ലോ, ഇന്നെന്താ വിയറിലിട്ട് വലിച്ച പോലെ? അവള് ചെയ്യുന്നതൊക്കെ ഞാനല്ലേ കഴിക്കുന്നത്. അപ്പൊ രാത്രി ദേ ആ വട്ടന്റെ കൂടെ പോയാലുണ്ടല്ലോ, കൊന്നു കളയും ഞാൻ. ഒന്ന് അനുവദിക്കേ, ഇന്ന് ഒരു ദിവസത്തേക്കല്ലേ. എഴുന്നേക്ക്. വല്ല കുഴപ്പം പറ്റിയോ? ഇല്ല, ഒന്നുമില്ല. മോനെ, ഒന്നും പറ്റിയില്ലല്ലോ. എനിക്കൊന്നും പറ്റിയില്ല. പൂവല്ലേ എന്റെ മേത്ത് വീണേ? നിങ്ങൾക്കല്ല, ബോട്ടിലിന്. നിന്റെ ഒരു കാര്യം. സൂക്ഷിച്ചു വരായിരുന്നില്ലേ? ഇങ്ങനെ ആവൂന്ന് കരുതിയില്ല. അയാൾ ആരാ അത്? അതാണ് മുതലാളിയുടെ അനിയത്തിയുടെ മകൻ. ഓ, മിസ്റ്റർ മുത്തു. പറഞ്ഞാട്ടെ. മുത്തു, ആ പെണ്ണെങ്ങനെയുണ്ടാ? ആരെ പറ്റിയാ? അല്ല, ആ പെണ്ണ് ചികിത്സയൊക്കെ ചെയ്യുന്നതല്ലേ, അതാ ചോദിച്ചേ. നല്ല പെണ്ണ, കോട്ടൊക്കെ ഇട്ടോണ്ട് വലിയ വലിയ ഡോക്ടേഴ്സൊക്കെ ഇവിടെ വന്നതാ. ഒരു ഗുണവും ഇല്ലെന്നേ. പക്ഷെ മോനെ, ആ പെണ്ണ് ഇവിടെ വന്ന് 5 ദിവസമായുള്ളൂ. അങ്ങൊന്ന് കണ്ണു തുറക്കുന്നു, കൈയൊക്കെ അനക്കുന്നുണ്ട്, ചിരിക്കുന്നവരെ ഉണ്ടെന്നേ. അല്ല, തറയിൽ എന്തായിരുന്നു? ഞാൻ അത് വഴിക്കേ വീണത്. പെണ്ണെന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവോ? വിചാരിക്കട്ടെ, പറ്റുന്ന രീതിയിലൊന്ന് മുട്ടി നോക്കാം. മോനെ, അങ്ങനെ ഒന്നും പറയരുത്. വളരെ നല്ല പെണ്ണാ അത്. എൻ്റെ അടുത്ത് പോലും ആവശ്യമില്ലാതെ സംസാരിക്കത്തില്ലെന്ന് വെച്ചാൽ നോക്കിയോ. ആകെ മൊത്തം ഗുഡ് പെണ്ണാ. അല്ല, ആ പെണ്ണ് ഏത് നാട്ടുകാരിയാ? ഇവിടെ അടുത്ത് തന്നെയാ, പക്ഷെ വലിയ കുടുംബക്കാരാ. ഈ കൊച്ചിന്റെ അച്ഛൻ വലിയ ഗവേഷണമെന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞ് മൊത്തം സ്വത്തും അങ്ങ് നശിപ്പിച്ചു, മരിച്ചും പോയി. പിന്നെ ആ കുടുംബത്തിന്റെ ഗതി ഈ പെണ്ണിനെ വിശ്വസിച്ച. ശരി, ആ പെണ്ണിനെ കാണാൻ ആരെങ്കിലും വരാറുണ്ടോ? എന്തോന്നാ മോനെ, എപ്പോ നോക്കിയാലും ആ പെണ്ണിനെ പറ്റി മാത്രം പറയുന്നേ. ഡാ, എന്താ പറ്റിയത്? പിന്നെന്താ, പണ്ടൊക്കെ വരുമ്പോ എന്റെ ഭാര്യയെ പറ്റിയല്ലേ ചോദിക്കുന്നത്. ഇപ്പൊ എന്താ പുതിയ ചോദ്യങ്ങള്? ആ പെണ്ണിനെ പറ്റി മാത്രം. എന്റെ പെണ്ണുമ്പിളെ പറ്റി ഒന്നും ചോദിക്കാനില്ലേ? എടാ മണ്ട, നീ ഇതിനാണ് ദേഷ്യപ്പെടുന്നത്. നിന്റെ ഭാര്യയെ കുറിച്ച് ചോദിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇന്ന് രാത്രി മുഴുവനും ഞാൻ നിന്റെ ഭാര്യയെ കുറിച്ച് പറയാം, നീ അത് കേൾക്കണം. ഓക്കെ ആണോ?
ഹലോ. എന്തോ നാടാ, എത്ര നേരമായി ഫോൺ അടിക്കുന്നത്? അതെടുക്കാതെ നീ എന്തോ ചെയ്യുവോ അവിടെ? ഉറങ്ങുമായിരുന്നു അമ്മേ. 10 മണി ആയല്ലോ, ഇപ്പോഴും കിടന്ന് ഉറങ്ങുവാണോ? അമ്മേ 10 മണിയല്ലേ ആയുള്ളൂ. അതെ, ഡോഗിക്ക് പെഡിഗ്രി വാങ്ങാൻ കാശ് തന്നിരുന്നല്ലോ, അതെവിടെയാ വെച്ചേക്കണേ? ജോലിക്കാരെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ ചെയ്യുമ്പോ കാശില്ലെന്ന് പറഞ്ഞു. എന്റെ അമ്മയെ പട്ടിക്ക് പെഡിഗ്രി മേടിക്കാൻ വന്ന പൈസ ഇത്. അപ്പൊ ഇതാ പാർട്ടിയുടെ ട്രീറ്റ് എന്നങ്ങ് വെച്ചേക്കാം. ഞാൻ ഇവിടെ കാറിക്കൊണ്ടിരിക്കുമ്പോ നീ എന്നടാ ചുമ്മാ മിണ്ടാതിരിക്കുന്നേ? അമ്മേ സോറി അമ്മേ, ഞാൻ മറന്നുപോയി. ഇനി വരുമ്പോ തീർച്ചയായിട്ടും വാങ്ങിക്കൊണ്ട് വരാം, മതിയോ? കൊള്ളാലോ, നീ വരുന്നവർക്ക് ഡോഗി വിശന്നിരിക്കണോ? പണം ഇപ്പൊ നിന്റെ കയ്യിലുണ്ടോ അതോ ഫ്രണ്ട്സിന്റെ ഒപ്പം നീ വെള്ളം ഒഴിച്ച് തീർത്തോ? എടാ നിന്നോടാ ഞാൻ ചോദിക്കണേ, നീ എന്താ വായ അടച്ച് മിണ്ടാതിരിക്കുന്നേ? ആ വായില്ലാത്ത ജീവനെ നീ ഇങ്ങനെ പട്ടിണി കിടന്ന വല്ല ആവശ്യമുണ്ടോ? എത്ര തവണ പറഞ്ഞാലും എന്താണ് അനുസരിക്കാതെ? ഇത്ര അനുസരണക്കെട്ട ഒരു ജന്തു ആയാലും അമ്മേ, ആ വായില്ലാത്ത എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ? ഞാൻ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞില്ലേ? ശരി അമ്മേ ശരി, ഞാൻ മേടിച്ചോണ്ട് വരാം. എന്തിനാ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ശരി ശരി ശരി. അമ്മേ ഞാനിപ്പോ തന്നെ വിളിക്കാം. ഫോൺ വെക്ക്, ഫോൺ വെക്ക്, ഇപ്പൊ വിളിക്കാം. മുത്തു വേഗം ചെന്ന് ചൂടുവെള്ളം കൊണ്ടുവരും. ഇതവിടെ വെക്ക, നല്ലോണം തുടക്കുക കേട്ടോ. നീ എനിക്ക് കിട്ടിയ നിധിയാണടി. എന്റെ നിധി ഇങ്ങനെ ജോലിക്കുന്ന കണ്ടില്ലേ? ഓ ഓണാകുന്നല്ലോ. എന്റെ മുത്തല്ലേ? ഒന്ന് സമ്മതിക്കുന്നേ, ഞാൻ ഒരു പാവമല്ലേ? ഒന്ന് സമ്മതിക്കേ. ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ ദേഷ്യപ്പെടരുത്. തവണ പറഞ്ഞിട്ടില്ലേ മച്ചാ?
അല്ല, വെള്ളം കുടിക്കാൻ വന്നതാ. വെള്ളം അടുക്കളയില്ല, പുറത്തേക്ക് പോ. സൗന്ദര്യ, മോള് പോകുന്നതിൽ വലിയ വിഷമമുണ്ട് എനിക്ക്. എന്ത് ചെയ്യാനാ? അനീതിമാരെ ഒരു കരയ്ക്ക് എത്തിക്കേണ്ടത് നിന്റെ ചുമതലയാ. മുത്തു, എങ്ങോട്ടാ? അങ്ങ് തന്നെ വെള്ളം വേണമെന്നോ? ഒരു കാര്യം ചെയ്യ, എന്റെ റൂമിൽ കുപ്പിയിരിപ്പുണ്ട്, നീങ്ങ എടുത്തോണ്ടോ. ഇത് ഞാൻ കൊണ്ടേ കൊടുക്കാം. ഇങ്ങത്താ ഇങ്ങത്താ. നീ ഇതെന്തായി കാണിക്കുന്നേ? എന്തോന്ന്? അല്ല, മാമനെ ചവിട്ടി തേക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇത് ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റാ, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓഹോ, കൈത്തൊഴിൽ ഒത്തിരി ഉണ്ടല്ലോ കയ്യില്. എന്താ ഇത്? അതെ, ഇതെന്താന്നാ ഞാൻ ചോദിച്ചേ. അതിനെന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? ഒന്ന് ഇവിടുന്ന് പോയി തരാവോ? ഞാനിപ്പോ മരുന്ന് ചെയ്യണോ വേണ്ടേ? ഞാൻ ഈ സൈഡിൽ ഇരുന്നോളാം. ഇങ്ങനെ നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഞാൻ പൊക്കോളാം. മാമന്റെ ഒരു യോഗം. മുത്തു, ഇത് എവിടെയാ കാണുന്നില്ലല്ലോ. ഓക്കെ, വാ, സൂപ്പർ. ചെക്ക്.
കുഴപ്പമില്ല ഉമ്മ. ആ ഈ ക്യാമറ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് വേണം. എന്റെ പൊന്നോ, സൂപ്പർ. അയ്യോ, എനിക്ക് നാണമാകുന്നു. ഇത്രയും വിചാരിച്ചില്ല. ഇത് എന്തൊരു പീസാ. അയ്യോ എന്റെ പൊന്നെ. അയ്യേ. ഇതെന്താണിത്? എന്ത് ക്യാമറയാ? ഓ ശവം. നീപ്പം കോപ്പ്. ഇതെന്താ ഇത്? ഇവളെത്തിനാ ഇത്ര ബുദ്ധിമുട്ടി പറിക്കുന്നേ? ഈ ചേട്ടൻ ഇവിടെ നിക്കല്ലേ മോളെ? കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ പറിച്ചോ. നിന്നെ ഇപ്പൊ വിട്ടു കഴിഞ്ഞാല് താഴെ വീണ് മുട്ടുപൊട്ടും. ഓക്കേ. ഇതൊരു വാണിങ്ങാ. ഇനി മേലെ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്നതറിയില്ല. തീർന്നു. മാമ, ഞാൻ കോളേജിൽ പോവാ. അടുത്ത ആഴ്ച വരാം. മുത്തു, മുത്തു ഞാൻ പോവാ. മുത്തു ഞാൻ പോവാന്ന്. മുത്തു ഞാൻ പോവാ. ശരി മോനെ. ഞങ്ങള് പരമ്പരാഗതമായിട്ട് ആരോടും ഒന്നും ചോദിച്ചു വാങ്ങിക്കാറില്ല.
അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഞങ്ങളും സെറ്റിലാക്കും. അതാ ഞങ്ങളുടെ ഒരു രീതി. ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അത്ര പെട്ടെന്നൊന്നും തരില്ല. ഒരാഴ്ച കൈ കെട്ടിട്ട് കുറേശ്ശായി ആസ്വദിച്ച് രുചിച്ച് മുഴുവനായും ഊറ്റി കുടിക്കും. എന്നാ ശരി, വെയിറ്റ് ആൻഡ് സീ. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നീ പറഞ്ഞ ശരിയാ. ഇപ്പോഴൊക്കെ ആ വിമലിന്റെ പോക്ക് അത്ര ശരിയല്ല. ആവശ്യമില്ല ലേറ്റ് ആവുക. പിന്നെ ഞാൻ ക്ലാസ്സിൽ പോകാൻ പറഞ്ഞേക്കാം. ക്ലാസ് റൂം എവിടെ നിന്ന് പറഞ്ഞേ? നേരെ പോയി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് അതല്ലേ? എടാ, ക്ലാസ്സിലേക്കുള്ള വഴി ചോദിച്ചാൽ ഗേൾസിന്റെ ബാത്റൂമിലേക്കുള്ള വഴിയാണോ പറയുന്നത്? അല്ലെങ്കിൽ ഒന്ന് ചെയ്യ്. അവിടെ കണ്ടില്ലേ ഒരു പരട്ടത്തലേനെ? എന്താ നീ സ്വിറ്റ്സർലൻഡ് പോയിട്ട് വന്ന കഥ കോളേജ് മുഴുവൻ പറഞ്ഞു കിടക്കുന്നില്ലേ? അതെ. ആരും കേട്ടില്ലല്ലോ. ഞങ്ങള് കേക്കാം. ഇങ്ങോട്ട് വാ. അങ്ങനെയാണോ? ഇവനെ കണ്ട സ്വിറ്റ്സർലൻഡിൽ പോയാലും തോന്നുന്നില്ല. കേക്ക്. സൂട്ട് കേസ് മോഷ്ടിച്ചിട്ട് ജയിലിൽ പോയതുപോലെ ഉണ്ട്. വെറുതെ ദേഷ്യപ്പെട്ട് പോവാ. ചേട്ടാ, അത് ഞാൻ എങ്ങനെ പറയും, ആരോട് പറയുമെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ കുടുങ്ങിയെന്നാണോ? കണ്ടില്ല ചേട്ടാ. ഒന്ന് വെറുതെ ഇരിക്കടാ. നീ പറയടാ. ചേട്ടാ, ഇന്ത്യയിലൊരു കേരളം ഉണ്ടെങ്കിൽ ഈ ലോകത്തിന് മൊത്തം സ്വിറ്റ്സർലൻഡാ. അത്രയ്ക്ക് മനോഹരമാ. ഒരു രാജ്യം മൊത്തം മഞ്ഞാണെന്നേ, മുഴുവൻ മിസ്റ്റാണെന്നേ. പച്ച കമ്പിളിപ്പതപ്പ് പൊതിച്ചതുപോലെ മനോഹരമായ മല. റോഡിൽ മുഖം നോക്കി നമുക്ക് തല ചെയ്യുക. റോഡിലെന്തോടെ കണ്ണാടി കുഴിച്ചു വെച്ചിട്ടുണ്ടോ? അത്രയ്ക്ക് വൃത്തിയാ. റോഡിൽ വല്ല പട്ടിയും കക്കൂസി പോയാലേ അതുവഴി വരുന്ന ആരെങ്കിലും എടുത്ത് ഡസ്റ്റ്ബിനിലേക്ക് അങ്ങ് ഇട്ടേക്കും. പക്ഷെ അണ്ണാ, ഒരു കാര്യമുണ്ട്. TV രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ പെമ്പിള്ളാര് വന്ന് ഓരോ ഷോ കാണിക്കുന്നുണ്ടല്ലോ. എന്താന്നടേ? അത് തന്നെ. ഓരോരുത്തരുടെ റേറ്റ് കാണിക്കും. ഓ, ഇതിങ്ങനെ ഉണ്ട്, അതങ്ങനെ ഉണ്ടെന്നൊക്കെ പറയും. നമുക്ക് ശരിക്കും എൻജോയ്മെന്റ് തന്നെയാ. ഇത് ആദ്യം തന്നെ പറയാൻ ഞാൻ എന്താ അളിയാ, സ്വിറ്റ്സർലൻഡിൽ പോന്നു, TV കാണുന്നു, ഡോട്ട്. അവൻ എത്ര ഭംഗിയായിട്ടാ പറഞ്ഞത്. അതൊക്കെ അങ്ങ് വിട്ടിട്ട് TV കാണുന്നത്ര. സ്വിറ്റ്സർലാൻഡിനേക്കാളും ഇവിടെ ഒന്ന് വരും, നോക്കിക്കോ. അളിയാ, സിഗരറ്റ് ഇല്ലേ? ഒന്നും ഉണ്ടായിരുന്നു, കാണാനില്ല. ഹായ്ഡാ. ഹായ്. കുറച്ച് ലേറ്റായി. ലേറ്റൊക്കെ ഇരിക്കട്ടെ, ലേറ്റസ്റ്റ് ഇങ്ങോട്ടാ. എന്നാ അങ്ങോട്ട് മാറാ, ഒന്ന് കാണിക്ക. ഇത് ഞങ്ങൾ ആഴ്ച കാണുന്നില്ലേ? ലേറ്റസ്റ്റ് തരാൻ പറഞ്ഞാ എന്തൊക്കെയോ കാണിക്കുന്നു. തടാ, ഞാനിത് ഈ ഫയലിലാണല്ലോ സേവ് ചെയ്ത്. എന്നിട്ട് ദാ ഇത് നോക്ക്. ഒന്ന് മാറാ. അറിയാ, അടിപൊളിയായിട്ടുണ്ട്. ആരാളിയാ ഈ പെണ്ണ്? പറയടാ, ആദ്യം കാണ്. എന്താ സ്വിറ്റ്സർലൻഡ് സ്വിച്ച് ഓഫ് ആയി? എടാ അളിയാ,
ഈ പെണ്ണ് ഏതാണെന്ന് പറയടാ. ആ പെണ്ണ് ഏതാടാ ഒന്ന് പറയടാ. അളിയാ ഒന്ന് പറയടാ. ആ പെണ്ണ് ഏതാടാ ഒന്ന് പറയടാ. വേഗം പ്ലീസ് പറയടാ. വെയിറ്റ് അതിനല്ലടാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നേ. എപ്പോഴും പോകുന്ന പോലെ നാട്ടിൽ പോയി. നിർത്ത്. എന്താടാ മുത്ത് എവിടാ? അവിടെ എവിടെയെങ്കിലും കാണും നോക്കടാ. ഇല്ലല്ലോ. ഇല്ലേലും സാരമില്ല, വെറുതെ ഇരുന്ന് കഥ കേക്കണം. അങ്ങനെ കാവരെ മണിയടിച്ച് അകത്തേക്ക് പോയി. എന്നെ എണീക്കാൻ സമ്മതിക്കാതെ അവള് കെട്ടിപ്പിടിച്ചടാ. അതൊക്കെ അനുഭവിച്ചാലേ മനസ്സിലാവൂടാ. ബാക്കി നാളെ പറയാം. ഇപ്പൊ തന്നെ പറയടാ. നല്ല മൂടില്ല. ഞാൻ ടയേർഡായടാ. ഇപ്പൊ പറയാൻ പറ്റുമോ ഇല്ലയോ? അതൊന്ന് ആലോചിക്കണല്ലോ. ഞാൻ ഒരു തവണ തീരുമാനിച്ചാ പിന്നെ ആര് പറഞ്ഞാലും കേക്കില്ല. ഒന്ന് പറയടാ. വെയിറ്റ് ചെയ്യടാ. നാളെ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടല്ലോ. അതുവരെ സഹിക്കാൻ പറ്റില്ല. എന്താടാ തിരിക്കടാ. നോക്ക് പോകുന്നവൻ. ഇവന്മാരെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എണീറ്റ് പോയില്ലേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കണം. അല്ലാതെന്ത്? ഞാൻ കുടുങ്ങിയെന്ന് എനിക്ക് തോന്നുന്നേ. അളിയ എന്ത് പറ്റിയടാ? അളിയാ, നീ വരൂന്ന് വിചാരിച്ചാടാ വീട്ടിൽ പോകാതെ ഇവിടെ എങ്ങനെ ഇരിക്കുന്നേ? നീ പറഞ്ഞതുപോലെ ടുമോറോ നവർ ഡേയ്സ്. എന്തൊരു താല്പര്യമാ. ഇരിക്കുന്ന കണ്ടില്ലേ? അവനോടൊരു ബഹുമാനമില്ലേ നിനക്ക്? ഇത് ഞാൻ എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. അതൊക്കെ കാളയടാ. ഈ കഥ പറമനെ. അന്ന് രാത്രിയിലേ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം അവള് ചാരിയിട്ട കതക് പതുക്കെ തുറന്ന് ഞാൻ പോലും അറിയാതെ ദേവതയെ പോലെ ഹംസത്തിനെ പോലെ പതുക്കെ നടന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. കൊതുക് തിരി വെക്കണോ? സാമ്പ്രാണത്തിരി വെക്കാൻ അതൊന്നും മിണ്ടാതിരിക്കണം.
ഒക്കെ ഇല്ലാതാക്കി ഇപ്പൊ കിടന്ന് ഉറങ്ങുവാണോ? അവളത് ചോദിച്ച പാടെ എന്റെ കൺട്രോള് പാടാ. ഞാൻ അപ്പൊ തന്നെ അവളെ കെട്ടിപ്പിടിച്ച് ഡാ, നിങ്ങള് മസാലപ്പടം ഒന്നും കണ്ടിട്ടില്ലേ? പിന്നെ സോങ്
എന്റെ പൊന്നെ, ഒരു കഥ എത്ര സ്റ്റൈലിലാ പറയേണ്ടത്? എന്റെ പൊന്നു. ഇവന്മാരെ കൊണ്ട് തോറ്റു. എടാ ഭയങ്കരന്മാരെ, എല്ലാരും നേരെ വീട്ടിലേക്ക് ഇങ്ങ് പോന്നുല്ലേ? പിന്നെ കഥ കേൾക്കാൻ കാട്ടിലേക്ക് പോവൂ? അതെ അതെ. ഡാ, അമ്മയുണ്ടാ ഇവിടെ? പുറത്തോട്ട് പോവാം. ശരി, നിങ്ങൾ മുകളിലോട്ട് പോയിക്കോ. അമ്മേ, അമ്മേ 4 കോഫി. ഇന്ന് ഇവനെ വെറുതെ വിടരുത്. ഓ, ഇനിയിപ്പോ എന്താ പറയാ ഇവന്മാരൊക്കെ ഒരു കാര്യം. അളിയാ, വാ, വാ, വാ. ഇരിക്ക്, ഇരിക്ക്. ഇരി, ഇരി, ഇരി. എന്തിനാ അളിയ ഈ ബിൽഡപ്പ്? തുടങ്ങി വെച്ചതല്ലാതെ തീർത്തില്ലല്ലോ. അന്ന് ഞാൻ എന്താ ചെയ്തോണ്ടിരുന്ന? ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അന്നേ ഞായറാഴ്ചയായിരുന്നു. ഞാൻ ചുമ്മാ പറമ്പിൽ കൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോ വിമൽ, ഒന്നിങ്ങോട്ട് വരുമോ? എന്താ? ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്യോ? അതെടുക്കാനായിട്ട് എന്നെ ഒന്ന് പൊക്കാമോ? എന്തെങ്ങനെ നോക്കി നിൽക്കുന്നത്? എന്നെ ഒന്ന് പൊക്ക്. ചക്ക വളരെ വലുതല്ലേ? അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഇവനല്ലേ പറിക്കാൻ പോകുന്നേ. കഥ പറയാൻ വിടടാ. ഞങ്ങളങ്ങനെ ലോകം മറന്നിരിക്കുമ്പോ ഒരാള് കണ്ടു. ആരാളിയാ? മുത്തുവാണോ? അല്ലടാ, കാവേരി. അവള് കണ്ട എന്താ? കൊച്ചിയില് കാറ്റടിച്ചാൽ എറണാകുളത്ത് മഴ പെയ്യറല്ലേ? ആദ്യം കഥ കേക്കടാ. നീയോ? ഓ, വേറെ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഇല്ല കൂട്ടാ, ഞാൻ വേറെ ആരെ കുറിച്ച് ഓർക്കാനാ? പറ. ഞാൻ കണ്ടല്ലോ അവളുടെ അടുത്ത് ചിരിച്ചു കൊഞ്ചി നിൽക്കുന്നത്. അത് അവളൊരു സഹായം ചോദിച്ചു. ഒരു മനുഷ്യത്വം വേണ്ടേ സഹായം ചോദിച്ചവരോട്? എന്തേ? ആ മനുഷ്യത്വം എന്താ എന്റെ അടുത്തില്ലേ? ഞാൻ കാവേരിയുമായി ആർത്ത് ഉല്ലസിച്ചിരിക്കുമ്പോൾ ഒരു മെസ്സേജ്. ആരാന്ന് നോക്കിയപ്പോ സൗന്ദര്യ.
കം ടു മൈ റൂം അർജന്റ് എന്ന്. മുത്തു, അദ്ദേഹം സിറ്റിയിലേക്ക് പോയല്ലോ. എന്റെ വയറിന് നല്ല സുഖമില്ല, ഞാനൊന്ന് ബാത്റൂം വരെ പോയിട്ട് വരാം. ഇവിടെ ഉണ്ടല്ലോ. അല്ല, എന്റെ റൂമിൽ പോയിട്ട് വരാനാ. ശരി, പോവല്ലേ. എന്താ അർജന്റ് എന്നറിയാം. സൗന്ദര്യയുടെ റൂമിലോട്ട് ഞാൻ പോയി. ഞാൻ നല്ല മൂഡിലായിരുന്നു. പെട്ടെന്ന് അതാ കാവേരിയുടെ മെസ്സേജ്. അവിടെ പോയി അവളെ സമാധാനിക്കുമ്പോ പിന്നെ അതാ സൗന്ദര്യയുടെ മെസ്സേജ്. പിന്നെ സൗന്ദര്യയുടെ റൂമിൽ പോയപ്പോ കാവേരിയുടെ മെസ്സേജ്. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഞാൻ മടുത്ത് പണ്ടാരടങ്ങി. എന്റെ അളിയ ഒന്നും പറയണ്ട, എന്നെ കൊണ്ടെങ്കിൽ പറ്റില്ല. ഭയങ്കര ടയർഡായടാ. ശരി, എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എല്ലാരും റെഡിയാക്കി കോളേജിൽ പോവാം. എന്താടാ എപ്പോ നോക്കിയാലും ഫ്രീസർ വെച്ച ബോഡി പോലെ. ഞാനവിടെ ആകെ 2 ദിവസം ഉണ്ടായിരുന്നല്ലോടാ. ഇത്രേ പറയാൻ പറ്റൂ. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും ഒന്ന് മറന്നിട്ടുണ്ടാവല്ലോ. അതെ അതെ, ഇവന്മാര് നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. എന്നാ അടുത്ത നമ്പർ ഇടാം. യെസ്, യു ആർ റൈറ്റ്. അന്ന് രാവിലെ ഞാൻ കുളിക്കാൻ പോയപ്പോഴേ ബാത്റൂമിൽ സോപ്പില്ല. എന്നിട്ട് ഞാൻ കാവരുടെ ചോദിച്ചത്. പക്ഷേ വന്നത് കാവേരി സോപ്പ് എടുത്തോണ്ട് വാ. ഏയ്, നീയോ? സുന്ദരി നീയല്ലയോ എൻ സ്വന്തം നീയല്ലേ പ്രകൃതി നമ്മെ അശ്രുക്കൾ പൊഴിഞ്ഞ് ആശംസിച്ചതല്ലേ സ്വന്തം നീയല്ലേ പ്രകൃതി നമ്മെ അശ്രുക്കൾ പൊഴിഞ്ഞ് ആശംസിച്ചതല്ലേ ജീവിക്കുകയിൽ ഒരു ക്ഷണവും
സ്വന്തം നീയല്ലേ പ്രകൃതി നമ്മെ അശ്രുക്കൾ പൊഴിഞ്ഞ് ആശംസിച്ചതല്ലേ ദേവദൂതൻ ആശംസ നേർന്നു എന്നിൽ നീ വന്ന് അലിഞ്ഞു ചേരൂ കവിഞ്ഞൊഴുകും ആറുപോലെ തുള്ളിച്ചാടാം സഖിയേവാ ദേവദൂതൻ ആശംസ നേർന്നു എന്നിൽ നീ വന്ന് അലിഞ്ഞു ചേരൂ രാഗം താനം പല്ലവി 7 സ്വരങ്ങൾക്കും ഇനി ഞാനാ ഇനി ജതികൾ പാടി നമുക്ക് ആത്തു ഉല്ലസിക്കാം നീയല്ലയോ എൻ സ്വന്തം നീയല്ലേ നമ്മെ അശ്രുക്കൾ പൊഴിഞ്ഞ് ആശംസിച്ചത് എത്രയോ ജന്മങ്ങൾക്ക് ഞാനുള്ളത് നിനക്ക് വേണ്ടി നമ്മൾ കഴിയാം സന്തോഷമാ സുന്ദരി നീയല്ലയോ എൻ സ്വന്തം നീയല്ലേ പ്രകൃതി നമ്മെ അശ്രുക്കൾ പൊഴിഞ്ഞ് ആശംസിച്ചത് വീടെത്തിടാ മുത്തു മാമോനെ ഇവൻ പറഞ്ഞ കഥ പ്രകാരം കാവേരി വന്ന് കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ചപ്പം ജോലിക്കാരൻ വന്ന് നിൽക്കുന്ന കാവേരി എവിടെ? അവിടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് പോയിരിക്കുക. അടുത്ത ആഴ്ച വരുമെന്നേ. മുത്തു മോനെ ലഗേജ് ഒക്കെ എടുത്ത് അകത്ത് വെച്ചേക്ക്. ഞാൻ മാമനെ കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, ഇദ്ദേഹമാണ് എന്റെ മാമൻ. ഏയ്, ഞാൻ പറഞ്ഞിട്ടില്ലേ, സൗന്ദര്യ. സൗന്ദര്യ, ഇവരെന്റെ ഫ്രണ്ട്സാ. ഹലോ. സൗന്ദര്യ, എനിക്കും വിശക്കുന്നുണ്ട്. പറഞ്ഞതൊക്കെ റിയൽ ആയിട്ടുണ്ടോന്ന് വിചാരിച്ചപ്പോ റിയലാണല്ലോ. എന്താടാ ഒന്നും മിണ്ടായിരിക്കേ. മാമ, ഞങ്ങൾ ഇപ്പൊ വന്നേ ഉള്ളൂ. മാമ റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ കുളിച്ചിട്ട് വരാം. എടാ പാടാ. നീ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിച്ചിട്ടും അവളൊന്നും മൈൻഡ് ചെയ്തില്ല. അതിനൊക്കെ ഒരു നേരം കാലം. അതിന്റെ ഒരു കുറവാ. ഇവൻ പറഞ്ഞ സമയമൊക്കെ വരും, പക്ഷെ വരില്ല. ശരിയളിയാ, എല്ലാരും ഫ്രഷ് ആക. ഞാൻ ഇപ്പൊ വരാം. എവിടെ രക്ഷപ്പെടാൻ നോക്കുന്നേ? പാന്റ് അഴിഞ്ഞു പോയി, ഇനി എന്തിനാ ബെൽറ്റ്? ഏയ്, ഇപ്പൊ എന്താ ഞങ്ങള് കൊഞ്ചി കൊഴയുന്നത് കാണണം. എന്നാ റെഡി ആയിക്കോ. മുത്തു, എന്താ മോനെ? സൗന്ദര്യയുടെ 4 കോഫി കൊണ്ടുവരും. തോട്ടത്തിലേക്ക് പോയി. ശരി, എന്നാ നീ പോയി എടുത്തോണ്ട് വാ. 1 2 3 5. അളിയാ, വാടാ വാടാ.
പറഞ്ഞേക്കല്ല അത് കണ്ടില്ല ഇത് കണ്ടില്ല പാന്റ് കണ്ടില്ല ബെൽറ്റ് കണ്ടില്ല എന്നൊക്കെ എല്ലാം നിങ്ങൾ തന്നെ വേണം സൂക്ഷിക്കാൻ. അത് റിയൽ അല്ല അളിയ, റിയൽ. വാച്ച് മൈ പെർഫോമൻസ്. ഹായ്. സൗന്ദര്യേ, പ്ലീസ് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാൻ വന്നതാ. ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാ വന്ന്. അളിയ, അവക്കവനോട് ദേഷ്യ. അവനെ വിട്ട് പോണെന്നാ നോക്കുന്ന്. അളിയൻ അവളെ തടഞ്ഞു നിർത്തി. അത് ഞങ്ങൾക്കറിയില്ലേ. ഒന്ന് സമാധാനിക്കടാ, മിണ്ടായിരിക്കെ. എന്താ നടക്കുന്നത് നോക്കാം, കറക്റ്റായിട്ട് പറയാം. അന്ന് ഞാനും നീയും പിടിച്ചുരുണ്ടില്ലേ? അത് എന്റെ തെറ്റല്ല, എണ്ണയുടെ തെറ്റാ. അന്ന് നമ്മൾ കെട്ടിപ്പിടിച്ച് ഉരുണ്ടില്ലേ? അതേപോലെ ഇന്ന് കെട്ടിപ്പിടിച്ച് ഉരുളാവോ? അന്ന് നടന്ന സംഭവത്തിന് ഞാൻ ഇന്ന് ക്ഷമ ചോദിക്കുന്നു. ഓ, എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. അതിനവൾ എന്താ പറയുന്നെന്നറിയോ? ഇപ്പൊ വേണ്ട എന്നാ പറയുന്നത്. എന്തോ ഒന്ന് തോന്നി നിന്നെ എടുത്ത് പൊക്കിയതാ. സോറി. വിഷമിക്കല്ലേ? സാരമില്ല, അതൊക്കെ ഞാൻ അന്നേ മറന്നു. ഞാൻ വേണമെങ്കിൽ ഇന്ന് അങ്ങനെ പൊക്കട്ടെന്നാ ചോദിക്കുന്നത് നമ്മുടെ അളിയൻ. ഇന്നു മുതൽ നമ്മൾ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സ്. നമുക്ക് രണ്ടുപേർക്ക് ഇന്ന് രാത്രി ഒന്നിച്ച് കഴിയാന്ന് പറയുന്നത് നമ്മുടെ അളിയൻ. ഓക്കെ ആണോ? ശരി, എനിക്ക് കുറച്ച് മരുന്ന് തയ്യാറാക്കണ്ട, പിന്നെ കാണാം നമുക്ക്. ശരി ശരി ശരി, മറക്കണ്ട. ഓക്കെ, ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരും ഓക്കെ ആണോ? നമുക്ക് രണ്ടുപേർക്ക് ഇന്ന് രാത്രി ഒന്നിച്ചിരിക്കാം. കഥവിന് കുറ്റിയിടണ്ടെന്ന് പറയുന്നു. അളിയാ, എങ്ങനെയുണ്ട്? കണ്ടില്ലേ? ഹലോ, ആരാ? മുത്തുവാണോ? അതെ, അങ്ങുന്നേ. സുഖമാണല്ലോ? ആ, സുഖം തന്നെ. അച്ഛൻ എങ്ങനെയുണ്ട്? ഗുണമുണ്ട്. ഇപ്പൊ എല്ലാം എഴുന്നേറ്റ് ഇരിക്കാറുണ്ട്. ഓഹോ, സന്തോഷം. അതെ അതെ, അങ്ങുന്നേ. എന്താ മുത്തു? വിമൽ മോനും കൂട്ടുകാരും വന്നിട്ടുണ്ട്. ഓ, അങ്ങനെയാണോ? ശരി, അവൻ്റെ കയ്യിലോട്ട് ഫോൺ കൊടുക്ക്. അതാ ഇപ്പൊ കൊടുക്കാം. അതിടെ ചക്കരേ. ഇല്ല മോളു, ഞാൻ കുറച്ച് ബിസിയായി, അതുകൊണ്ടാ എടുക്കാൻ പറ്റാതിരുന്നേ. ഓക്കെ ഓക്കെ മോളു, നാളെ വിളിക്കാട്ടാ. എങ്ങനെയെങ്കിലും ഇന്ന് ഓഫാക്കണം. ഐ മിസ് യു മോളു. എന്താ നാടെ ആലോചിക്കുന്നേ? ഞാൻ എത്തിയ ഉടനെ നിന്നെ വിളിക്കാം കേട്ടോ. ഉറങ്ങാനുള്ള സമയം ഇത്. ഇപ്പോഴാണ് വരാൻ പറയുന്നേ. അതെ അതെ, നീ സോപ്പിന് സോപ്പ് ഇടുന്ന ആളാ. സിഗരറ്റ് അത് കാണാൻ പോലെ ഇങ്ങതാ. അളിയ, മുത്തു വരുന്നുണ്ട്, അതിനു മുമ്പ് തീർത്തോണം. സബാഷ്, നീ പറഞ്ഞത് ശരിയാണ് മുത്തു സാറേ. വന്നാട്ടെ. അങ്ങൊന്ന് ഫോണില്. മുത്തു, നീ പോയി മാമൻ എങ്ങനെയും ഉറക്ക്, നമുക്ക് പിന്നെ കാണാം. ശരി. ആ, പറയൂ ചേട്ടാ. ആ, വിമൽ സുഖമാണല്ലോ? ആ, സുഖം തന്നെ ചേട്ടാ. അച്ഛൻ എങ്ങനെയുണ്ട്? ആ, പണ്ടത്തെക്കാളും മെച്ചായി. ചേട്ടന് സുഖമാണോ? ആ, ഞങ്ങൾക്ക് സുഖമാ. ആ, ശരി ചേട്ടാ, ശരി. ചേട്ടാ, ഒരു മിനിറ്റ്. ഹലോ ഹലോ ഹലോ, അങ്ങുന്നേ, എന്തു പറ്റി അങ്ങുന്നേ? മാമ, എനിക്ക് മാമ. മുത്തു, നീ പോയി വണ്ടി വിളിച്ചോണ്ട് വാ. ചെല്ല് മാമ, എടുത്ത് പൊക്കടാ, പൊക്ക്. വാടാ വാടാ, ഈ വഴി ഈ വഴി, ഇതിലെ വീഴല്ലേ? പടി പടി പടി, നോക്കി നോക്കി. ആ, വണ്ടി വന്നല്ലോ. കേട്ട കേട്ട്, ഡോർ തുറക്കടാ. ഞാൻ പോയി ഫ്രണ്ടി കയറാം. വണ്ടി എടുക്ക. വണ്ടി എടുക്ക. ശരി ശരി.
ഒഴിക്കേ. എന്തൊക്കെ പറഞ്ഞാലും സൗന്ദര്യ ഒരു സൂപ്പർ ചരക്ക. അതെ അതെ, പക്ഷെ നേരിട്ട് കാണാൻ പറ്റിയില്ല. അത് എടുക്ക്, ഒഴി. ഹലോ, ആരാ ലൈനി? പറയൂ സർ, സൗന്ദര്യാണ്. അവിടെ എന്താ സംഭവിച്ചത്? അച്ഛൻ എന്തെങ്കിലും? പെട്ടെന്ന് വീസിങ് വന്നു. മുത്തുവും വിമലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക. ഏത് ഹോസ്പിറ്റലാ? ഹോസ്പിറ്റൽ ഏതാന്ന് എനിക്കറിയില്ല. വിമലിന്റെ നമ്പർ കയ്യിലുണ്ടോ? വിമലിന്റെ നമ്പർ എനിക്കറിയില്ല സർ. അവരാരെങ്കിലും എനിക്ക് കോൾ ചെയ്യണമെങ്കിൽ ഞാൻ ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ, അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഹലോ, ഞാൻ മുത്തുവാ സംസാരിക്കുന്നേ. പറയൂ മുത്തു. അങ്ങൊന്നും ഇപ്പൊ കുഴപ്പമില്ല. രാവിലെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഇപ്പൊ ഡോക്ടർ പറഞ്ഞേ ഉള്ളൂ. എന്തെങ്കിലും കട്ടിയില്ലാത്ത ആഹാരം കൊടുക്കാമെന്നും പറഞ്ഞു. ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കണേ. വരി മുത്തു, ഞാൻ ഹോർലിക്സ് റെഡിയാക്കി വെച്ചേക്കാം. ശരി, ഞാൻ വന്നെടുത്തോളാം. ശരി, വെക്കട്ടെ. Cheers! ആളിയാ, ഞാൻ ഇപ്പൊ വരാവേ. ബാത്റൂം ഇവിടെ ഉണ്ട്. അതിനാരാടാ ബാത്റൂമിൽ പോന്നേ? പുറത്തോട്ട് പോന്നവൻ എന്തിനാടാ ഗ്ലാസ് കൊടുത്തോണ്ട് പോന്നേ? കണ്ടില്ലേ അവള് കിടക്കുന്ന ഷേപ്പ് കണ്ടില്ലേ അളിയ? ഓ, എനിക്ക് നിയന്ത്രിക്കാനേ പറ്റുന്നില്ല. വേണ്ടാന്ന് പറയാൻ അവനോട്, വേണ്ടാന്ന് പറയാൻ. എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ എന്താ നമ്പർ ഇറക്കുമെന്നാ ഞങ്ങളോട്? അളിയാ വേണ്ടാടാ. അളിയാ വേണ്ട, അളിയാ ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട പ്ലീസ് അളിയാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അളിയാ. ഞാൻ പറയുന്നത് നിങ്ങൾ കേക്കില്ലേ? ശരി, എന്നാ ഞാൻ തന്നെ ആദ്യം നടത്തിക്കോളാം.
എന്തായി ചെയ്യുന്നേ? വേണ്ട വേണ്ട, അങ്ങനെ ചെയ്യരുത്. വേണ്ട 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 വേണ്ട, അങ്ങനെ ചെയ്യരുത്. കഥവ് തുറക്ക്. വേണ്ട, അങ്ങനെ ചെയ്യരുത്. ആരെങ്കിലും വാ. അയ്യോ, എങ്ങനെ രക്ഷപ്പെടുത്താനാ? കഥവ് തുറക്ക്. എങ്ങനെ രക്ഷപ്പെടുത്തണമെന്നൊന്നും അറിയത്തില്ല. കഥ തുറക്കാനും പറ്റുന്നില്ല. വേണ്ട വേണ്ട, ഞാൻ പറയുന്ന കേക്ക് മോളെ, ഞാൻ പറയുന്ന കേക്ക്. വേണ്ട, ഞാൻ പറയുന്ന കേക്ക്. വേണ്ട വേണ്ടെന്ന് അറിയാതെ സംഭവിച്ചതാ. വിട്ടേക്ക്. വേണ്ട, ഞാൻ അവന്മാരെ തല്ലിയിട്ടുണ്ട്. വേണ്ട, അവന്മാരെ ഓടി. വേണ്ട, പറയുന്ന കേക്ക്. വേണ്ട വേണ്ട. സൗന്ദര്യ, നീയുള്ള ധൈര്യത്തിലാ മോളെ 3 പെൺമക്കളെ കൊണ്ട് ഞാൻ ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹം പോയ സ്ഥലത്ത് തന്നെ ഞാൻ പോയേനെ മോളെ.
ചേച്ചി ഞാൻ പാസ്സായി ചേച്ചി. എങ്ങനെയെങ്കിലും എന്നെ കോളേജിൽ അയക്ക് ചേച്ചി, പ്ലീസ് ചേച്ചി. എനിക്ക് പഠിക്കണമെന്നുണ്ട്. ഞാൻ നന്നായി പഠിച്ച് ജോലി വാങ്ങിച്ചോളൂ പ്ലീസ് ചേച്ചി. എനിക്ക് കോളേജിൽ പഠിക്കണമെന്നുണ്ട്. എന്നെ അയക്ക് ചേച്ചി. ചേച്ചി ഞാൻ നന്നായിട്ട് 10th പാസ്സായി. നീ പറഞ്ഞ പോലെ എനിക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു തരുമല്ലോ അല്ലേ? ചേച്ചി വരുമ്പോ എനിക്ക് മൈസൂർ പാക്ക് വാങ്ങിച്ചോണ്ടല്ലോ. എന്റെ പൊന്നു ചേച്ചിയല്ലേ ഉമ്മ. ഏയ് പോലീസ് പോലീസ് വന്നിരിക്കുന്നു. പോലീസോ പോലീസോ വേഗം വേഗം വാ. പോലീസ് വേഗം പോടാ. വേഗം 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 ഓട്. വേഗം പോ. പോലീസുകാർ പറയാനുണ്ട്. വേഗം വാ. വാ വേഗം വാ. വേഗം കേറാ. വാടാ വേഗം വാ. ശരി ശരി. ആ വരുവോ വരുവോ വരുവോ. അടുത്തോട്ട് എത്തിയടാ. അവിടെ നിൽക്കാൻ. വേഗം ചാടിക്കോ. വേഗം ചാട്. അങ്ങോട്ട് പോയി നോക്കാം. അതിലേക്കോ. രക്ഷപ്പെട്ടു. വേഗം. അവർക്ക് വരാൻ പറ്റില്ല. അവര് വിടാൻ പാടില്ല. വേഗം സർ. എങ്ങനെയെങ്കിലും പിടിക്കണം. പോയി നോക്കൂ. ഓക്കെ സർ. നോക്കൂ. എന്നെ പിടി. വലിച്ചോ. വേഗം 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 കേറി. എവിടെടാ ഓടുന്നേ? നിക്ക്. അവിടെ നിക്ക്. ഓടരുത്. അടിക്കലേ എന്നെ അടിക്കലേ സാർ. നടക്കാൻ ഓടാൻ നടക്കണം. അടിക്കലേ സാർ.
അടിക്കല സാറേ. അയ്യോ സാറേ, അയ്യോ സാറേ, വണ്ടിയുടെ വേഗാവട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഞാൻ SI സുരേഷ് ബാബു ആണ്. അക്യൂസ്റ്റുകളെല്ലാം അറസ്റ്റ് ചെയ്തോ? യെസ് സർ. ആ 4 പേരെ അറസ്റ്റ് ചെയ്തു സർ. ഓക്കെ, എങ്ങനെയാ പിടിച്ചേ? അവരുടെ മൊബൈൽ ടവർ ട്രേസ് ചെയ്ത് പിടിച്ചതാണ് സർ. കൊലപാതകം നടന്ന് ഉടനെ തന്നെ പിടിച്ചല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. നേരെ വന്നയുടൻ FIR ഫയൽ ചെയ്ത് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തേക്ക്. ഓക്കെ സർ. അതിരിക്കട്ടെ, ആ പെണ്ണിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നോ? GH ഡോക്ടർ ഇൻസ്പെക്ടർ രാജേഷ് ഫോളോ ചെയ്യുന്നുണ്ട് സർ. എങ്ങനെയാ 8 മണിക്കുള്ളിൽ മേടിക്കുമെന്ന് പറഞ്ഞു സർ. ഓക്കെ സുരേഷ് ബാബു, എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്ക്. യെസ് സർ. ഇവിടെ പ്രസ് റിപ്പോർട്ടേഴ്സ് എല്ലാം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ സർ. ഇനി എത്ര സമയമാകും? അരമണിക്കൂറുടെ ഉള്ളു സാറേ. കൈ പിടിച്ചോ, കൈ പിടിച്ചോ. വലിയവനെ അവനൊന്ന് പൊക്കി വിട്. അവനൊന്ന് പൊക്ക്. കേട്ട് എടോ മണി, എന്താ സംഭവിച്ചേ? സാറേ, എന്തോ ഒന്ന് ഗ്ലാസ് വന്ന് അടിച്ചു. അതിനുശേഷം സ്റ്റിയറിംഗ് കട്ടായി. ബ്രേക്ക് പിടിച്ചിട്ടും കിട്ടിയില്ല. അക്യൂസ്റ്റ് എല്ലാം താഴേക്കും പോയി. ആരോ എന്നെ ജീപ്പിന്ന് വലിച്ചു പുറത്തിട്ടു. അതെ സാർ, എന്നെ ആരോ പുറത്തേക്ക് വലിച്ചിട്ട പോലെ തോന്നി. എനിക്കും അങ്ങനെയാണ്. അതെ സാർ, എന്നെ ആരോ ജീപ്പിന്ന് പുറത്തോട്ട് ഇട്ട പോലെ ഉണ്ടായിരുന്നു. ആരെന്തെങ്കിലും മൊബൈൽ ഉണ്ടോ? ഇന്നാ സാർ. ഹലോ സാർ, ഞാൻ SI സുരേഷ് ബാബു ആണ് സാർ. വരുന്ന വഴിക്ക് ജീപ്പ് ആക്സിഡന്റ് ആയി. അക്യൂസ്റ്റ് എല്ലാം കൊക്കയിലേക്ക് വീണു സാർ.
ഈ ചലച്ചിത്രം കണ്ട ഒരു യുവാവെങ്കിലും അവന്റെ തെറ്റ് മനസ്സിലാക്കിയാൽ അത് ഞങ്ങളുടെ സൃഷ്ടിക്ക് കിട്ടിയ വലിയ ബഹുമതിയായിരിക്കും.